ഏക ഭർത്താവായ കുഞ്ഞിക്കാദറിനെ കാത്തിരുന്ന ഐഷയുടെയും ഖദീജയുടെയും ജീവിതത്തിൽ ബ്യൂട്ടീഷ്യനായി കടന്നുവന്ന നീതു പണം തട്ടിയെടുത്ത് മുങ്ങുന്നു. പരസ്പരം പഴിചാരുന്ന ഇരുവരെയും ആശ്വസിപ്പിക്കുന്ന പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. വരാൻ പോകുന്ന കുഞ്ഞിക്കാദറിനെ വലയിലാക്കാൻ കരുക്കൾ നീക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. തുടർന്ന് കാണുക. പിന്നെ നിങ്ങൾ എനിക്ക് എന്താ കൊണ്ടുവന്നേ? നിനക്ക് സാരി ഉണ്ട്, സ്പ്രേ ഉണ്ട്. മുല്ലപ്പൂന്റെ ആണോ? ജാസ്മിന്റെ. അവളേതാണ്? ജാസ്മിൻ. ജാസ്മിനാ? അപ്പൊ നിങ്ങൾ ആ പഴയ പടി വിട്ടിട്ടില്ലല്ലേ? 20 അല്ല 200 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ നന്നാവത്തില്ല. എന്റെ മുത്ത് ക്ഷീണിച്ചു പോയിട്ടോ. ഓ, എങ്ങനെ ക്ഷീണിക്കാണ്ടിരിക്കും? മനപ്രയാസമല്ലേ? ഇനിയിപ്പൊ മനപ്രയാസം വേണ്ടല്ലോ. മുത്തിന്റെ ഒക്കെ വന്നില്ലേ, നിക്കണ കണ്ടില്ലേ? അതൊക്കെ പോട്ടെ, ഞമ്മക്ക് ഇഷ്ടപ്പെട്ട മട്ടൻ 25 ഉണ്ടാക്കിയിട്ടുണ്ട്. മട്ടൻ 25. അതെന്താ? ഇവക്ക് വേണ്ടി ഞാൻ അലീസി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ മുട്ടമാല ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ട്. ഒക്കെ ഉണ്ട്, കൈകൊണ്ട് ഉണ്ടാക്കിയതാ. കാക്കാന്റെ കരളില്ലേ നമ്മളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? ഒരു TV. അതും സോണിന്റെ. ആരുടെ? സോണിന്റെ. എന്തിനാ അവളുടെ TV ഞമ്മക്ക് കൊണ്ടുവന്നത്? അതല്ല ഇഷു, സോണിന്റെ. ഞമ്മളെ സോണിന്റെ. എനിക്കറിയാം, നിങ്ങൾ എപ്പോഴും പഴയ പണിയൊന്നും നിർത്തിയിട്ടില്ല. ആ സോണിന്റെ അല്ല. പിന്നെന്താ? നിങ്ങൾ ഇത്ര നാള് ഷോണിന്റെ കൂടെ അല്ലായിരുന്ന? അതുകൊണ്ടല്ലേ ഇപ്പോഴും ഷോണിന്റെ പേര് മാത്രം പറയണത്. ഞമ്മക്കറിയേ നിങ്ങൾ ശരിയല്ല. ഇപ്പോഴും നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത് വെറുതെ. ഇപ്പോഴും ഷോണിന്റെ മനസ്സിൽ പറ്റോണ്ട് വന്നേക്ക. എന്താണ് ഹിമാറെ? ആബു വിളിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ കാണിച്ചു തന്നേനെ. ജാസ്മിനും അത്താഴൊന്നുമില്ലേ? ഹിമാറെ ശുക്രുമം വിളിച്ചോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും അവളെ കൊല്ലും ഞാൻ. ഷോണി എന്താണ് ഹിമാറെ? ചൂടാവല്ലോ അമ്മ. എന്താ? എന്റെ ബാപ്പ വരുമ്പോഴേ ഞാൻ ബാപ്പനെ എന്ത് വിളിക്കും? അളിയാന്ന് വിളിക്കും. അളിയാന്നാ? അല്ല പിന്നെ ബാപ്പാനെ ബാപ്പാന്നല്ലാണ്ട് പിന്നെ എന്താണ് ഹിമാറെ വിളിക്ക? അല്ലുമ്മ, സ്റ്റൈലൊക്കെ മാറ്റി ഞാൻ ഉപ്പ എന്ന് വിളിച്ചാലോ? ഉപ്പ എന്ന് വിളിക്കണ്ട, വാപ്പ എന്ന് വിളിച്ചാ മതി. മതില്ലേ? മതി. വാ പാ. വാ പാ. അങ്ങനെയല്ല, വാപ്പ. ഞാൻ വിളിച്ചു നോക്കട്ടെ. വിളിക്കി. വാപ്പ വാപ്പ. 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 എന്താണ് കിടന്ന് തൊള്ള തുറക്കുന്നേ? അല്ലുമ്മ, അപ്പുറത്തെ ഷുക്കൂർ വാപ്പാനെ വിളിക്കണ്. അതെയോ? ആണമ്മ, ഞാനിപ്പോ കേട്ടല്ലേ. ഇനി അങ്ങേര് വന്ന? ആ, ഞാനൊന്ന് പോയി നോക്കിയാലോ. അമ്മമാരും കാണരുത്. ഇല്ല, പോയിട്ടോ. പോരാ. 2-ാം തീയതി വരുന്നെന്നാണല്ലോ പറഞ്ഞത്. അല്ലോ, ഇനി നേരത്തെ എങ്ങാനും വന്ന? വാപ്പ. 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 എന്റെ വാപ്പ. എന്റെ വാപ്പ. വിളിക്ക്. വാപ്പ. വാപ്പ. എന്റെ വാപ്പ. എനിക്ക് വയ്യ, എന്റെ മോൻ തന്നെ. നീ ഒരു കലക്കേം കലക്കും. കലക്കണം. വാപ്പ. വാപ്പ. എന്റെ വാപ്പ. ഇത് കേട്ട വാപ്പ പെട്ടെന്ന് ഇങ്ങ് ഓടി വരും. ഇല്ലുമ്മ, അവൻ വാപ്പ വാപ്പ എന്ന് വിളിച്ച് പഠിക്കാണ്. ആഹാ, എന്നാ നീയും വിളിച്ച് പഠിക്കും. ഒന്ന് പറഞ്ഞേ. വാപ്പ. അങ്ങനല്ല, സ്നേഹത്തോടെ വിളിക്കും. വാപ്പ. വാപ്പ. നിന്നെയൊക്കെ ആരടാ? ദേ, എന്റെ വാപ്പ. അങ്ങനെ പറ. എന്റെ വാപ്പ. അത് കളിക്കും, ഇതിൽ വീഴും. പറഞ്ഞു പഠിച്ചു. എന്റെ വാപ്പ. ഇച്ചിരി കൂടെ വരട്ടെ. എന്റെ വാപ്പ. സ്നേഹം വരട്ടടാ. നിന്നെയൊക്കെ ആരാടാ? പറ. എന്റെ വാപ്പ. എന്റെ വാപ്പ. ഇനിയും എന്റെ വാപ്പ. മതി കലക്കി. എന്നാലും ആ ഒരുമ്പിട്ടോളം വരാതിരിക്കാൻ എന്താണ് ബൈ? എന്താണ് ആലോചിക്കണത്? എന്തായാലും എന്റെ ബാപ്പാനെ വിളിക്കാൻ ഓള് വരും. ഓള് വരാതിരിക്കാൻ എന്തെങ്കിലും ബൈ ഉണ്ടാടാ? ഉണ്ടുമ്മ. എന്ത്?
ഒരു പോകുന്ന വണ്ടിയുടെ കാറ്റേച്ച് വിട്ടാ പോരെ? പൊട്ടാ, ഓള് പോണ വണ്ടി തന്നെയാണ് ഞമ്മളും പോണത്. കാറ്റയച്ചൂടെ ഞമ്മളെങ്ങനെ പോകും? ഇത് ശരിയാണ്, ഞാനത് ഓർത്തില്ല. ഒരു കാര്യം ചെയ്യാം, പറ. ഞാൻ നേരെ പോയി വാപ്പാനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാലോ? ഓ, ഈ ചെക്കന് മണ്ടൻ കേസിന് ആരെങ്കിലും കാച്ചി കൊടുത്തിട്ടുണ്ടാ? വാ തുറന്ന മണ്ടത്തരെ പറയുള്ളൂ. അഥവാ ഈ എന്ന് ബാപ്പാനെ വിളിച്ചാ തന്നെ ബാപ്പാക്ക് അന്നെ എങ്ങനെ മനസ്സിലാവൂടാ? ബാപ്പ വലിയ കോടീശ്വരനല്ലേ ഇപ്പ? എന്നാ അതിനൊരു ഐഡിയ ഉണ്ട് ഉമ്മ. എന്താണ്? പഴയ ഫോട്ടോ ഉണ്ടല്ലോ, അതെടുത്ത് അങ്ങോട്ട് പോയാ പോരെ? ഓ, എന്താണിത്? നീ ഐഡിയ ഒന്നുമില്ല ഉമ്മ, വേഗം പോയി ഒരുങ്ങി ഇങ്ങോട്ട്. പെട്ടെന്ന് വന്നേക്കണേ. 23-ാം തീയതിയാണ് കുഞ്ഞിക്കാദർ വരുന്നതെന്ന കാര്യം നമ്മുടെ പ്രസിഡന്റാണ് കണ്ടുപിടിച്ചത്. അതെ, ഇവിടെ എന്ത് കാര്യവും പ്രസിഡന്റ് തനിച്ചല്ല, പഞ്ചായത്ത് കമ്മിറ്റിയാ തീരുമാനിക്കുന്നത്. അയ്യോ, എന്നിട്ട് തന്റെ നേതാവ് കണ്ടുപിടിച്ചത് 32-ാം തീയതി എന്നാണല്ലോ. അല്ല, അത് പിന്നെ ഈ 2-3 മാറി മാറി കിടന്നാ പിന്നെ എന്ത് ചെയ്യാ? അല്ല, ഇനി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഒരുങ്ങി പുറപ്പെട്ട് പോയിട്ടുണ്ടാവും. ഇങ്ങോട്ട് വിമാനത്താവളത്തിലോ? ആട്ടും കാട്ടും കടലക്കായും തിരിച്ചറിയാത്ത പെണ്ണുങ്ങളാ വിമാനത്താവളത്തിൽ പോകുന്നത്. ഒന്ന് പോടോ മെമ്പറെ. കുമാരൻകുട്ടി മെമ്പർ കൊണ്ടുവന്ന വണ്ടി കൊള്ളാം. കേറ് കേറ് കേറണോ? ഉമ്മ, വാപ്പാനെ കണ്ട ഉടനെ പൊക്കിയെടുത്ത് വണ്ടി ഇടുന്ന കാര്യം ഞാനേറ്റ്. നീ വാപ്പാനെ മാത്രം പൊക്കിയാ പോരാ, കൂടെയുള്ള പെട്ടിയിലെടുത്ത് വണ്ടിയിൽ ഇട്ടേക്കണം. എന്താണ്? അല്ലാതെ അരുന്നെടുത്തോണ്ട് പോകും. അത് ഞാനേറ്റ്. ഒരു കൈല് പെട്ടി, ഒരു കൈല് ബാപ്പ. ഓക്കെ. ഉമ്മ, പെട്ടി പൊക്കുന്ന കാര്യം ഞാനേറ്റ്. അല്ല, കനമുള്ള നോക്കി പൊക്കണം കേട്ടോ, അവളുമാർക്കൊന്നും കൊടുക്കരുത്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആരുമില്ലേ? എവിടെ പോയി? ആയിഷ, ഖദീജ, ഇനി പുഷ്കരൻ മെമ്പർ പറഞ്ഞതുപോലെ അവര് പോയിട്ടുണ്ടാവൂ. അതാ വരുന്നു. എല്ലാരും റെഡിയാ? എന്നാ പോയേക്കാം. അതെ പ്രസിഡന്റ്, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം തീരുമാനിക്കണം. അതെന്താ? കുഞ്ഞിക്കാതിരിക്ക വന്നു കഴിഞ്ഞാൽ ആരുടെ കൂടെ പൊറുക്കണം? അയാള് നിയമപ്രകാരം കെട്ടിക്കൊണ്ടെന്ന് തന്നെയല്ലേ, അപ്പൊ എന്റെ കൂടെ തന്നെ. അതെ, നിയമം ഒന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. കൊറേ നിയമമൊക്കെ ഞാനും പൊന്നാനി പോയി പഠിച്ചത്. പൊന്നാനി പഞ്ചായത്തിലെ നിയമമല്ല, ചാത്തനാപുരം പഞ്ചായത്തിലെ നിയമം. ചാത്തനാപുരം പഞ്ചായത്തിലെ നിയമങ്ങളൊക്കെ പറയാൻ ഇവിടെ പ്രസിഡന്റ് ഉണ്ട്. എന്നാ താൻ ഉണ്ടാക്കടോ. 10-16 വർഷമായിട്ട് താൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എന്റെ പ്രസിഡന്റ്, നിങ്ങൾ പഞ്ചായത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇവിടുത്തെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. തീരുമാനം അത് തന്നെ, എന്റെ കൂടെ. അയ്യടി, 10-20 കൊല്ലം അങ്ങേര് ഇവിടെ ഇല്ലാതിരുന്നിട്ട് നീ ഒരു നിമിഷമെങ്കിലും അങ്ങനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഇവക്ക് എവിടെയാ സമയം? ഇവളങ്ങ് അർമാദിച്ച് നടക്കുമല്ലയോ? നിർത്ത്. ഒരു ഓട്ടോ ഇങ്ങോട്ട് വരുന്നു. എയർപോർട്ടിൽ പോകാൻ നിങ്ങൾ എന്താ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ ടാക്സി ആയിട്ടാണല്ലോ വന്നത്. എങ്ങോട്ടെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ വന്നോളൂ വഴിമുടക്കാനായിട്ട് ഓരോ പിച്ചക്കാരന്മാര്. അല്ല, പിച്ചക്കാരന്മാരൊക്കെ ഇപ്പൊ ഓട്ടോ വിളിച്ചാണോ വരുന്നേ? എന്റെ മുത്തേ ഖദീജ, അല്ലോ, ഇത് പിച്ചക്കാരനല്ല, പ്രാന്തനാണ്. കേരളേ, ആയിഷ. അല്ലോ, നീ പണ്ടാരം ഇങ്ങോട്ട് വരുന്നു. ഞമ്മളെ പൊന്നു കെട്ടിയോളന്മാര്, ഇത് നിങ്ങളെ കുഞ്ഞു കാതിർക്കാണ്. ഞമ്മളെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഖദീജ, മുത്തേ നിനക്ക് മനസ്സിലായില്ലേ? ആയിഷ, നിനക്ക് മനസ്സിലായില്ലേ? ഇതേതാ ചെറുപ്പക്കാരൻ? ഇതെന്റെ മകനാ അബു. ഇതെന്റെ മകൻ ഷുക്കൂർ. അല്ലാ പടച്ചവനെ, ഇത് ഞമ്മളെ മക്കളാണ്. അയ്യേ, ഇതെന്ത് വാപ്പയാണമ്മ ഇത്? ഉമ്മ, ഞമ്മക്ക് വേണ്ട ഇയാളെ. പിന്നെ എനിക്ക് വേണം. പ്രസിഡന്റ്, ഈ പ്രാന്തനെ ഇതിന്റെ അകത്തോട്ട് കേറ്റാൻ പറ്റില്ല. എങ്ങോട്ടാന്ന് വെച്ചാ കൊണ്ടുപോകും. നിങ്ങളൊന്ന് സമാധാനിക്കും, ഞാനൊന്ന് സംസാരിക്കട്ടെ. താൻ കുഞ്ഞിക്കാതറാണെന്ന് താൻ പറയുന്നു. അതിന് തൻ്റെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? തനിക്ക് ആധാർ കാർഡുണ്ടോ? തിരിച്ചറിയൽ കാർഡുണ്ടോ? അതുപോട്ടെ, ഒരു പാൻ കാർഡെങ്കിലും ഉണ്ടോ? നമ്മളെ കയ്യിൽ ഒരു തെളിവില്ല പ്രസിഡന്റ്.
20 കൊല്ലം ഇവരെ കൽബിലിട്ട് നടന്നതിന് നമ്മൾ എന്ത് തെളിവ് തരാനാണ്? ഗൾഫിലെ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഞമ്മക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്റെ പെണ്ണുങ്ങളും മക്കളും ഞമ്മളെ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന്. ഇപ്പൊ ഞമ്മക്ക് മനസ്സിലായി, ഇവരൊക്കെ കാത്തിരിക്കുന്നത് ഈ കുഞ്ഞിക്കാതറിനല്ല, വേറെ ഏതോ സമ്പന്നനായ കുഞ്ഞിക്കാതറിനെ. ഇയാൾ കുഞ്ഞിക്കാതറാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇയാൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. എനിക്കൊരല്പം തിരക്കുണ്ട്, ഞാൻ പിന്നീട് വരാം. വാടോ വാച്ചു. എടോ കുമാരൻകുട്ടി മെമ്പറേ, രാവിലെ താനല്ലേ ടാക്സി വിളിച്ചത്? പോകുമ്പോ അതിന്റെ കാശും കൂടി അങ്ങ് കൊടുത്തേരെ. കൊടുക്കും. താൻ അതുവഴി മുങ്ങിയാലേ ഞാൻ ഇതുവഴി മുങ്ങും. പ്രസിഡന്റ് രാവിലെ തന്നെ വിമാനത്താവളം കാണാന്ന് വിചാരിച്ചതാ, അതും പോയി. ശുക്കൂറേ പാടാ. ആൾമാറാട്ടമായിട്ട് ഖദീജനെ പറ്റിക്കാൻ നോക്കിയാണ്ടല്ലോ, വൃത്തികെട്ട സിംഹം. വാടാ അവിടെ. എന്തെല്ലാം അട്ടഹാസങ്ങളായിരുന്നു. കുഞ്ഞിക്കാതർ, കോടീശ്വരൻ, സ്വീകരണം, പൊടിപ്പ് മില്ലിൽ നിക്ഷേപം, കരണ്ട് കമ്പനിയിൽ ഓഹരി. ഇതൊന്നും പോരാഞ്ഞിട്ട് അറബിയുടെ പെണ്ണും പിള്ളേ. എടോ താനല്ലേ ഇതൊക്കെ ഇവിടെ പാടി നടന്നത്? കുഞ്ഞിക്കാതർ അറബിയുമായിട്ടാ വരുന്നതെന്നും മറ്റും. അല്ലടോ, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, കള്ളത്തരം പറയുന്ന കാര്യത്തിൽ താനെന്താ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടോ? അത് പിന്നെ ഗോവിന്ദൻകുട്ടിയുടെ ഫോൺ വന്നായിരുന്നല്ലോ. ഗായിഞ്ഞൻകുട്ടിയുടെ ഫോൺ വന്നായിരുന്നു. താനും തന്നെ ഗോവിന്ദൻകുട്ടി, പിന്നെ അവന്റെ ഒരു ഫോണും. എടോ ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക, താൻ എന്റെ കൂടെ നടക്കുന്നത് എന്നെ പിച്ചെടുപ്പിക്കാനാണോ? ഷടാ, എല്ലാരും പറഞ്ഞു, ഞാനും പറഞ്ഞു. ഞാൻ അറിഞ്ഞോ ഇങ്ങനൊക്കെ ആവുമെന്ന്? എടോ ഇതിപ്പോ പുലിയാണെന്ന് കരുതി കാത്തിരുന്നപ്പോ ഒരു ചുണ്ടലി പോലും അല്ലല്ലോടോ വന്നത്. ഒക്കത്തിനും കാരണക്കാരൻ താനൊരുത്തനാ. എന്തെല്ലാം നുണകളാ മൈക്ക് വെച്ച് പറഞ്ഞുകൊണ്ട് കിടന്നത്. ഓ, ഞാനതൊക്കെ അറിഞ്ഞോ? ദേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വന്നത് കുഞ്ഞിക്കാതറാണോ വല്യക്കാതറാണോ എന്നുള്ളതെല്ലാം നമ്മുടെ പ്രശ്നം. ഇങ്ങനെയുള്ള ഒരുത്തനെ നമ്മൾ എന്തിനു ചുമക്കണം എന്നുള്ളതാ. എടോ താനല്ലേ ഇതൊക്കെ ഇവിടെ പാടി നടന്നത്? കുഞ്ഞിക്കാതർ അറബിയുമായിട്ടാ വരുന്നതെന്നും മറ്റും. അല്ലടോ, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, കള്ളത്തരം പറയുന്ന കാര്യത്തിൽ താനെന്താ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടോ? അത് പിന്നെ ഗോവിന്ദൻകുട്ടിയുടെ ഫോൺ വന്നായിരുന്നല്ലോ. ഗായിഞ്ഞൻകുട്ടിയുടെ ഫോൺ വന്നായിരുന്നു. താനും തന്നെ ഗോവിന്ദൻകുട്ടി, പിന്നെ അവന്റെ ഒരു ഫോണും. എടോ ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക, താൻ എന്റെ കൂടെ നടക്കുന്നത് എന്നെ പിച്ചെടുപ്പിക്കാനാണോ? ഷടാ, എല്ലാരും പറഞ്ഞു, ഞാനും പറഞ്ഞു. ഞാൻ അറിഞ്ഞോ ഇങ്ങനൊക്കെ ആവുമെന്ന്? എടോ ഇതിപ്പോ പുലിയാണെന്ന് കരുതി കാത്തിരുന്നപ്പോ ഒരു ചുണ്ടലി പോലും അല്ലല്ലോടോ വന്നത്. ഒക്കത്തിനും കാരണക്കാരൻ താനൊരുത്തനാ. എന്തെല്ലാം നുണകളാ മൈക്ക് വെച്ച് പറഞ്ഞുകൊണ്ട് കിടന്നത്. ഓ, ഞാനതൊക്കെ അറിഞ്ഞോ? ദേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വന്നത് കുഞ്ഞിക്കാതറാണോ വല്യക്കാതറാണോ എന്നുള്ളതെല്ലാം നമ്മുടെ പ്രശ്നം. ഇങ്ങനെയുള്ള ഒരുത്തനെ നമ്മൾ എന്തിനു ചുമക്കണം എന്നുള്ളതാ. അതൊക്കെ പ്രസിഡന്റ് വിട്ടുകളാ, കുമാരൻകുട്ടി മെമ്പർ ഏറ്റെടുത്തോളും അതൊക്കെ. യോ താനൊന്ന് പോടോ പൊട്ടത്തരം പറയാതെ. എന്നിട്ട് വേണം അങ്ങേരെ അയാളെയും കൊണ്ടു നടന്നിട്ട് എനിക്കെതിരെ പാര വെക്കാൻ. ഓ, ഞാൻ ഈ കസേരയിൽ നിന്നൊന്ന് അനങ്ങി കിട്ടാൻ നോക്കിയിരിക്കുക അയാള്. ഇവിടെ കയറി ഇരിക്കാനേ. ഇനിയിപ്പൊ ഈ കുരിശ് എങ്ങനെ നമ്മുടെ തലയിൽ നിന്ന് എടുക്കാനാവുമെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അത് തന്നെ ഞാനും പറയുന്നത്. ഈ കുഞ്ഞിക്കാരനെ നമ്മൾ തട്ടിയാല് അതൊരു പൊതുപ്രശ്നമാവും. എടോ താൻ എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജനിച്ച ആളാണോ? എടോ താൻ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ ഇതിൽ നിന്ന് തലയൂരാനുള്ള ഒരു മാർഗം പറഞ്ഞതാ. ഇപ്പൊ വന്നത് ഒറിജിനൽ കുഞ്ഞിക്കാതറാണോ എന്ന് നമുക്ക് സംശയം ഉണ്ടെന്ന് പറ. അതിലൊരു തീരുമാനമെടുക്കുന്നവരെ അയാളോട് നിൽക്കട്ടെ. എടോ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. എടോ ആധാർ കാർഡിന്റെ കാര്യമൊക്കെ തൽക്കാലം തല ഊരാൻ ഇപ്പൊ ഇതേ ഒരു വഴിയുള്ളൂ. എടോ എനിക്കറിയാം കുഞ്ഞിക്കാതറിനെ, വന്നയാൾ കുഞ്ഞിക്കാതർ തന്നെയാ. പക്ഷെ ഇപ്പോ നമ്മളത് സമ്മതിച്ചാൽ നമ്മൾ വെള്ളത്തിലാവും.
ആ കെട്ടിയോളുമാർ സമ്മതിക്കണം. അവരെ കൊണ്ട് വന്നത് കുഞ്ഞിക്കാതരാണെന്ന് സമ്മതിപ്പിക്കണം. അവളുമാരോ? എടോ, തെങ്ങേ കിടക്കുന്ന തേങ്ങയാണെന്ന് പറഞ്ഞാൽ അയ്യോ അത് മാങ്ങയാണെന്ന് പറയുന്നത് അവളുമാര്. താറുവീപ്പയ്ക്ക് തീ പിടിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടി ഒന്ന് വീട് കത്തിക്കാൻ നോക്കും അവളുമാര്. അവളുമാര് സമ്മതിച്ചത് തന്നെ. അല്ല, ആ പിള്ളേർക്ക് വാപ്പയുടെ സ്നേഹം വല്ലതും കാണുമോ? ആ പിള്ളേർക്ക് എടോ മത്ത കുത്തിയ കുമ്പളം മുളക്കോടോ. തള്ളമാരുടെ 10 ഇരട്ടി ആ ചെക്കന്മാര്. അപ്പൊ എന്തോ ചെയ്യും? എന്തോ ചെയ്യാന്, വായും പൊളിച്ച് മേലോട്ട് നോക്കിയിരിക്കുക. എനിക്കിപ്പോ അതൊന്നുമല്ല, ആ കുമാരൻകുട്ടിയെ എനിക്ക് പേടി. അയാൾ എന്തെങ്കിലും ചെയ്തു കളയുമെന്നാ. ദേ പാച്ചുവേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കസേരക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്നെ പിടിച്ചാ കിട്ടത്തില്ലേ? പ്രസിഡന്റിനെ പിടിച്ചാ കിട്ടത്തില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു വഴിക്കല്. താൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. യോ, സതി മെമ്പറെ പിടിച്ചാലേ പ്രസിഡന്റിനെ കിട്ടുമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ 6 മക്കളാണ് സത്യം. ദൈവമേ, ഈ മണ്ടന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ഇവന്മാരെയൊക്കെ ഏതെങ്കിലും ഉഗാണ്ടയിലോട്ട് കെട്ടിയെടുത്തേക്കണേ. ഇതാ എന്താടോ? ദേ, ഇതെന്താ പിച്ചക്കാരന്മാരൊക്കെ? ഒരു ചായ കൊടുക്ക്. ഒരു കാര്യം ചെയ്യാം അനിയ, ഞാൻ ചായ കൊടുക്കാം. താൻ പൈസ തരുമോ? തന്റെ തന്നെ പറ്റ എത്രയാന്നറിയാമോ? വന്നിരിക്കുന്നു ഒരു വർഗസ്നേഹി പീച്ചക്കാരൻ. എനിക്ക് നാണക്കേടുണ്ടാക്കരുത്. കടയിൽ ആള് വരുന്ന സമയോ വാതുക്കലെന്നെങ്കിലും ഒന്ന് മാറി നിൽക്ക്. മനുഷ്യനെ മെനക്കെടുത്താൻ. ഖദീജ, മുത്ത്, നീ എന്നെ മറന്നു? പഠിച്ചോനെ, ഈ പിച്ചക്കാരൻ എന്തൊക്കെ ഈ പറയുന്നേ? ഇങ്ങനെ ഒന്ന് ഭ്രാന്താശുപത്രി കൊണ്ടുപോകാൻ ഇവിടെ അങ്ങ് ആരുമില്ലേ? ഖദീജ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഒന്ന് താമസിച്ചോട്ടെ. ഒന്നുമില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയ വീടല്ലേ ഇത്. എന്തോന്നാ പറഞ്ഞേ? നിങ്ങളുടെ വീടോ? എന്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ല. പിടിച്ചൊരു ഏറ് വെച്ച് തരും ഞാൻ. എനിക്ക് നാണക്കേടുണ്ടാക്കരുത്. കടയിൽ ആള് വരുന്ന സമയോ വാതുക്കലെന്നെങ്കിലും ഒന്ന് മാറി നിൽക്ക്. മനുഷ്യനെ മെനക്കെടുത്താൻ. ഖദീജ, മുത്ത്, നീ എന്നെ മറന്നു? പഠിച്ചോനെ, ഈ പിച്ചക്കാരൻ എന്തൊക്കെ ഈ പറയുന്നേ? ഇങ്ങനെ ഒന്ന് ഭ്രാന്താശുപത്രി കൊണ്ടുപോകാൻ ഇവിടെ അങ്ങ് ആരുമില്ലേ? ഖദീജ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഒന്ന് താമസിച്ചോട്ടെ. ഒന്നുമില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയ വീടല്ലേ ഇത്. എന്തോന്നാ പറഞ്ഞേ? നിങ്ങളുടെ വീടോ? എന്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ല. പിടിച്ചൊരു ഏറ് വെച്ച് തരും ഞാൻ. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. പച്ച വെള്ളം ഞാൻ തരത്തില്ല. നിന്നെ താലി കെട്ടിയവനാണ് ഞാൻ, അത് നീ മറക്കണ്ട. ഇനി നിങ്ങൾ കുഞ്ഞിക്കാതറാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ ഒരു കഞ്ഞിക്കാതറിനെ എനിക്കും എന്റെ മോനും വേണ്ട. ഞാനെന്നാ എന്റെ ആശാനടുത്തേക്ക് പോകും. സന്തോഷം. അവക്കല്ലേലും പല ചുറ്റിക്കളികളും ഉള്ളതാ. കുഞ്ഞിക്കാതറാണെന്ന് പറഞ്ഞു വന്നാൽ ഏത് കള്ളനെയും അവള് വെച്ച് പൊറപ്പിക്കും. അങ്ങോട്ട് ചെന്നു. എന്താടി നീ പറഞ്ഞേ? ചെറുപ്പളശ്ശേരി ഒരുത്തൻ ഇക്കാന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു വന്നപ്പോ ഓരേ കേട്ടി താമസിപ്പിച്ചില്ലേടി നീ? ഞാൻ വീട്ടിൽ കയറ്റിയെങ്കിലേ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. നീയോ? ഞാൻ ഇറക്കി വിട്ടപ്പം ചെറുപ്പളശ്ശേരിക്കാരനെ നീ അകത്ത് കയറ്റിയില്ലേ? ഞാൻ അകത്ത് വിളിച്ച് കയറ്റിയതേ നിന്റെ തോന്നിയാസങ്ങൾ കണ്ടുപിടിക്കാനാ. ഞാൻ അറിഞ്ഞു നീയാൾക്ക് മുട്ടപ്പത്തിൽ വെച്ചു കൊടുത്ത കാര്യം. ഞാൻ മുട്ടപ്പത്തിരി വെച്ചു കൊടുത്തെങ്കിലേ നീ മട്ടൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തില്ലേടി? എന്റെ പൊന്ന് കെട്ടിയോൾമാരെ, ഞാൻ ഇവിടുന്ന് പോകാൻ തന്നെ കാരണം നിങ്ങൾ ഈ ഒടുക്ക തടിപിടിയാണ്. തിരിച്ചു വന്നില്ലേ, ഇനിയെങ്കിലും ഇതൊക്കെ തീർത്തൂടെ? തീർക്കാനോ? ഇനിയിപ്പൊ തന്നെയാണോ തീർക്കാൻ പോണത്? ഒരടി മുന്നോട്ട് വരരുത്. ഇങ്ങോട്ടെങ്ങാനും എത്തി നോക്കിയ നല്ല തിളച്ച വെള്ളമുണ്ട്, മോന്തിക്കൊഴിക്കും ഞാൻ. ഞാനിനി എങ്ങോട്ട് പോകാനാ? ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ ഇരിക്കുന്നതൊക്കെ കൊള്ളാം. എന്റെ മോൻ ശുക്കൂർ കാണാതെ നോക്കിക്കോണം. പിന്നെ ഭ്രാന്തനെ ചവിട്ടിന്ന് പറഞ്ഞ് ഞമ്മക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പയ്യ. ഓരോ ബയ്യാബലി വന്നോളൂ. ഒന്ന് എഴുന്നേറ്റ് പോ മനുഷ്യ. എന്റെ മോൻ അബൂനെ പ്രാന്തന്മാരെ കാണുന്നത് ദേഷ്യവാ. വെറുതെ
അവന്റെ ചവിട്ട് കൊള്ളണ്ട. വെറുതെ മെനക്കെടുത്താൻ. ഡോ ചായയുടെ കാശ് തന്നേക്കണം. കൊറേ ആയി പറ്റുന്നു.